നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് വാണിജ്യ മേഖലയിൽ ഇനി മുതൽ വിദേശികളെ വേണ്ട. നിർണായക നീക്കവുമായാണ് കുവൈറ്റ് ഭരണകൂടം രംഗത്തെത്തുന്നത്. ഇന്ത്യൻ പ്രവാസികൾക്കുൾപ്പെടെ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ഇപ്പോൾ വാണിജ്യ മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുവൈറ്റ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തീരുമാനം കുവൈറ്റിലെ ഇന്ത്യക്കാർക്കുൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഒന്നടങ്കം ലഭ്യമാകുന്ന തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ്. കുവൈറ്റ് ഭരണകൂടം നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി ഇനി മുതൽ വിദേശി ജീവനക്കാരെ നിയമിക്കില്ല എന്ന തീരുമാനമാണ് വാണിജ്യ മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത്. വാണിജ്യ മന്ത്രാലയത്തിൽ മാത്രമല്ല, മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സർക്കാർ ഏജൻസികളിലും കുവൈറ്റ് പൌരന്മാർ അല്ലാത്തവരെ ജോലിക്ക് നിയമിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുമെന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ സർക്കാർ പൊതുമേഖലാ ജോലികൾ പ്രദേശിവൽക്കരിക്കാനുള്ള വിശാലമായ ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും വാണിജ്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ ജോലികൾ സ്വദേശിവൽക്കരിക്കുന്നതിനുള്ള നിയമങ്ങളും നടപടികളും വിശദീകരിക്കുന്ന 2017 സിവിൽ സർവീസ് കമ്മീഷന്റെ 11-ാം നമ്പർ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനമെന്ന് വാണിജ്യ മന്ത്രാലയം അഭിപ്രായപ്പെടുന്നു. അതേസമയം 2017 മാർച്ച് 22 പുറപ്പെടുവിച്ച സ്വദേശി സ്ത്രീകളുടെ കുവൈറ്റ് പൌരന്മാർ അല്ലാത്ത കുട്ടികൾക്ക് നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെടുന്ന സർക്കുലർ നമ്പർ 3 പറയുന്ന നിർദ്ദേശങ്ങൾ മന്ത്രാലയം പാലിക്കുമെന്നും അറിയിച്ചു. വാണിജ്യ മന്ത്രാലയത്തിലെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെയും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും സിവിൽ സർവീസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഈ തീരുമാനം കർശനമായി പാലിക്കണമെന്നാണ് വാണിജ്യ മന്ത്രാലയം അറിയിക്കുന്നത്. 2017 സിവിൽ സർവീസ് പ്രമേയങ്ങളുടെ നിബന്ധനകൾ പ്രകാരം അനുവദനീയമായിട്ടുള്ള തസ്തികകളിൽ ഒഴികെയുള്ള ഒരു തസ്തികകളിലും വിദേശ ജീവനക്കാരെ നിയമിക്കരുതെന്നതാണ് കർശന നിർദ്ദേശം. പുതിയ വിദേശി ജീവനക്കാരെ നിയമിക്കരുതെന്ന് മാത്രമല്ല, നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വിസ പുതുക്കി നൽകരുതെന്നും മന്ത്രി ഖലീഫ അൽ അജീൽ വ്യക്തമാക്കുന്നു. ഇത് പ്രകാരം നിലവിലുള്ള പ്രവാസി ജീവനക്കാരുടെ വിസ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അവർക്ക് മന്ത്രാലയത്തിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജോലി നഷ്ടമായേക്കും. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസി ജീവനക്കാർക്ക് ഈ തീരുമാനപ്രകാരം സർക്കാർ ജോലി നഷ്ടമാകുമെന്നതാണ് വിലയിരുത്തൽ. പ്രധാനമായും ഉയർന്ന പോസ്റ്റിലുള്ള പ്രവാസികളാണ് ഇത്തരത്തിൽ ഉണ്ടാകുക. അവരെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം ബാധിക്കുക എന്നും വിലയിരുത്തലുണ്ട്. അതേസമയം മറ്റ് പല മന്ത്രാലയവും സ്വദേശിവൽക്കരണ തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.